बच्चों, नमस्ते। 6ാം ക്ലാസ്സിലെ ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കായി ദോ പഹല പാഠ് അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. നമ്മുടെ ദേശത്തിന്റെ സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ബാലകവിതയാണ് പഠിച്ചല്ലേ. हमारे देश की खूबियों का वर्णन करते हुए एक बाल कविता जगमग ताര എന്ന ബാലകവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി ദോയിലെ ദൂസര പാഠ്, एक देशभक्ति गीत, प्रसिद्ध देशभक्ति गीत. കവി പ്രദീപ് രചിച്ച കവി പ്രദീപ് എഴുതിയിട്ടുള്ള പ്രസിദ്ധമായ ഒരു ദേശഭക്തി ഗീതമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഐ മേരെ വതൻ കെ ലോഗോ ക്യാ ഹേ, പാഠ് കാ നാം ക്യാ ഹേ? ഐ മേരെ വതൻ കെ ലോഗോ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനിടയിൽ വീരമരണം പ്രാപിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എഴുതിയ ഭക്തി ഗാനമാണ് ഐ മേരെ വതൻ കെ ലോഗോ. ഇത് എഴുതിയിട്ടുള്ളത് ആരാ? കവി പ്രദീപ്. 1963 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ ലതാ മങ്കേഷ്കർ ഈ ഗാനം ആലപിച്ചു. ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ വെച്ചാണ് ഈ ഗാനം ലതാ മങ്കേഷ്കർ ആലപിച്ചത്. ആ ഗാനം കേട്ട് ഐ മേരെ വതൻ കെ ലോഗോ എന്ന ഈ ദേശഭക്തി ഗാനം കേട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. പ്രസിദ്ധമായ ഈ ദേശഭക്തി ഗാനം എഴുതിയിട്ടുള്ള കവി പ്രദീപിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പാഠപുസ്തകത്തില് ഐ മേരെ വതൻ കെ ലോഗോ എന്ന ദേശഭക്തി ഗീതത്തിന്റെ ലാസ്റ്റ് പേജിൽ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ലാസ്റ്റ് പേജ് എടുത്ത് പേജ് നമ്പർ 39. 39 എന്താ പറയാ? 39. എല്ലാവരും എടുത്തോ? കവി പ്രദീപിന്റെ ഫോട്ടോ ഉണ്ട് അല്ലേ, പിന്നെ കവി പ്രദീപിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. കവി പ്രദീപ്. കവി പ്രദീപ്. കവി എന്ന് പറഞ്ഞാൽ എന്താ? കവിത എഴുതുന്ന ആളല്ലേ, എന്താ പറയുന്നത്? കവി. കവി പ്രദീപ് ഭാരതീയ കവി ഏവം ഗീതകാരത്തെ. കവി പ്രദീപ് ഭാരതീയ കവി കൂടാതെ, ഏവം എന്ന് പറഞ്ഞാൽ കൂടാതെ, ഭാരതീയ കവിയും കൂടാതെ ഗീതകാരത്തെ ഗീതകാരും ആയിരുന്നു, പാട്ടുകാരും ആയിരുന്നു. अपना देशभक्ति गीत आई मेरे वतन के लोगों के लिए आप प्रसिद्ध है. अपना ദേശഭക്തി ഗീത്, തന്റെ ദേശഭക്തി ഗീതമായ ഐ മേരെ വതൻ കെ ലോഗോ, ഐ മേരെ വതൻ കെ ലോഗോ എന്ന ദേശഭക്തി ഗീതത്തിലൂടെ അദ്ദേഹം പ്രസിദ്ധനായി. ആപ്പ് പ്രസിദ്ധ ഹെ, ഫേമസ് ആയി. ഐ മേരെ വതൻ കെ ലോഗോ എന്ന ദേശഭക്തി ഗീതത്തിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അത് എഴുതിയ आपने 1962 के भारत चीन युद्ध के दौरान शहीद हुए सैनिकों को श्रद्धांजलि में यह गीत लिखा था. അദ്ദേഹം ഈ ഗാനം എഴുതിയത് 1962 ഭാരതവും ചൈനയും കൂടിയുള്ള യുദ്ധത്തിനിടയിൽ, അതായത് ഭാരതവും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ, കെ ദൗരാൻ എന്ന ഇടയിൽ, ഷഹീദ് ഹുയെ സൈനികോം കി, വീരമരണം പ്രാപിച്ച സൈനികരുടെ ശ്രദ്ധാഞ്ജലി, സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനിടയിൽ വീരമരണം പ്രാപിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് ഈ ഭക്തിഗാനം, അതായത് ഈ ദേശഭക്തി ഗാനം. लता मंगेशकर द्वारा गाए इन गीत का तत्कालीन प्रधानमंत्री जवाहरलाल नेहरू की उपस्थिति में 26 जनवरी 1963 को दिल्ली के रामलीला मैदान में सीधा प्रसारण किया गया. लता मंगेशकर
പാടിയ ഈ ഗാനം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ 1963 ജനുവരി 26 ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ വെച്ച് ലതാ മങ്കേഷ്കർ ഈ ഗാനം ആലപിച്ചു. ഗീത് സുൻകർ ജവഹർലാൽ നെഹ്റു കി ആംഖേം ഭർ ആയി തീ. ഈ പാട്ട് കേട്ടിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? അടുത്ത പാരഗ്രാഫ് നോക്കുക. ആപ്കാ ജന്മ മധ്യപ്രദേശ് കെ ഉജ്ജയിൻ മേ 4 ഫർവരി 1915 को हुआ था. അദ്ദേഹത്തിൻ്റെ ജനനം, ആരുടെ? കവി പ്രദീപിൻ്റെ ജനനം മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ എപ്പോഴാണ്? 1915 1915 ഫർവരി 4 1915 को हुआ था. 5 दशक के अपने पेशे में कवि प्रदीप ने 71 फिल्मों के लिए 1700 गीत लिखे. അദ്ദേഹം 5 നൂറ്റാണ്ടിലെ തൻ്റെ എത്ര എഴുതി? കവി പ്രദീപ് എത്ര കവിത എഴുതിയിട്ടുണ്ട്? 71 ഫിലിമുകൾക്ക് വേണ്ടി 1700 പാട്ട് എഴുതിയിട്ടുണ്ട്. സർക്കാർ ने उन्हें 1997-1998 में दादा साहब फाल्के पुरस्कार से सम्मानित किया. ഭാരത സർക്കാർ അദ്ദേഹത്തിന് 1997-98 ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ, ഏത് പുരസ്കാരമാണ്? ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ സമ്മാനിച്ചു. ആപ്കി മൃത്യു 11 ദിസംബർ 1998 में हुई. അദ്ദേഹത്തിൻ്റെ മരണം 1998 ഡിസംബർ 11 ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നോട്ട്ബുക്കിൽ എഴുതി വെക്കട്ടോ. ഇനി നമുക്ക് ഐ മേരെ വതൻ കെ ലോഗോ എന്ന ആ ദേശഭക്തി ഗാനം കേൾക്കാം.
कुछ याद उन्हें भी कर लो, कुछ याद उन्हें भी कर लो, जो लौट के घर ना आए, जो लौट के घर ना ए मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। ए मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। तुम भूल न जाओ उनको, इसलिए सुनो ये कहानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। जब घायल हुआ हिमालय, खतरे में पड़ी आजादी, जब तक थी सांस लड़े वो, जब तक थी सांस लड़े वो, फिर अपनी लाश बिछा दी, संगीन पे धर कर माथा, सो गए अमर बलिदानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। जब देश में थी दिवाली, वो खेल रहे थे होली, जब हम बैठे थे घरों में, जब हम बैठे थे घरों में, वो झेल रहे थे गोली, थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। कोई सिख कोई जाट मराठा, कोई सिख कोई जाट मराठा, कोई गुरखा कोई मद्रासी, कोई गुरखा कोई मद्रासी, सरहद पर मरने वाला, सरहद पर मरने वाला, हर वीर था भारतवासी, जो खून गिरा पर्वत पर, वो खून था हिंदुस्तानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। थी खून से लथपथ काया, फिर भी बंदूक उठा के 10-10 को एक ने मारा, फिर गिर गए होश गंवा के, जब अंत समय आया तो, जब अंत समय आया तो, कह गए कि अब मरते हैं, खुश रहना
प्यारों, खुश रहना देश के प्यारों। अब हम तो सफर करते हैं, अब हम तो सफर करते हैं। क्या लोग थे वो दीवाने, क्या लोग थे वो अभिमानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। तुम भूल न जाओ उनको, इसलिए कही ये कहानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। जय हिंद, जय हिंद, जय हिंद की सेना। जय हिंद, जय हिंद, जय हिंद की सेना। जय हिंद, जय हिंद, जय हिंद, जय हिंद, जय हिंद, जय ദേശഭക്തി ഗാനം എല്ലാവരും കേട്ടല്ലോ. നമുക്കും ആ ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നല്ലേ? ജവഹർലാൽ നെഹ്റുവിന്റെ കണ്ണ് നിറഞ്ഞതുപോലെ തന്നെ നമുക്കും ആ ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണും അറിയാതെ നിറഞ്ഞു പോകുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച അല്ലെ, വീരമരണം പ്രാപിച്ച ആ സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടല്ലേ, അവരുടെ ആ സ്മരണക്കായിട്ടാണ് ഈ ദേശഭക്തി ഗാനം എഴുതിയിട്ടുള്ളത് അല്ലേ? അവരെ കുറിച്ച് നമ്മൾ ഓർത്തു പോകുന്നു. ദേശഭക്തി ഗാനത്തിന്റെ അർത്ഥങ്ങളിലൂടെ പോകാം. അല്ലെ, അർത്ഥങ്ങളൊക്കെ പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. पाठ का नाम क्या है? देशभक्ति गीत का नाम क्या है? ऐ मेरे वतन के लोगो. वतन സ്വദേശം, സ്വരാജ്യം എന്ന് പറയും, നേറ്റീവ് കൺട്രി. ഇപ്പൊ കവി പ്രദീപ് രചിച്ച ദേശഭക്തി ഗാനമാണല്ലേ ഐ മേരെ വതൻ കെ ലോഗോ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനിടയിൽ വീരമരണം പ്രാപിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് ഈ ഭക്തിഗാനം അല്ലേ, ദേശഭക്തി ഗാനം. ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ വെച്ച് ലതാ മങ്കേഷ്കർ ഈ ഗാനം ആദ്യമായി ആലപിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥങ്ങളാണ് പഠിക്കാനുള്ളത്. ऐ मेरे वतन के लोगो तुम खूब लगा लो नारा, ये शुभ दिन है हम सबका लहरा लो तिरंगा प्यारा, पर मत भूलो सीमा पर वीरों ने है प्राण गवाए, कुछ याद उन्हें भी कर लो जो लौट के घर न आए. ऐ मेरे वतन के लोगो, എൻ്റെ പ്രിയപ്പെട്ട മേരെ, എന്താ മേരെ പറഞ്ഞാലേ മൈ, എൻ്റെ, വതൻ നേറ്റീവ് കൺട്രി, സ്വരാജ്യം. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം. അത് പ്രിയ ഭാരതവാസികൾ, നമ്മുടെ സ്വന്തം രാജ്യം ഇതാ ഭാരതം അല്ലേ. പ്രിയ ഭാരതവാസികളെ, തും ഖൂബ് ലഗാലോ നാര. ഖൂബ് ധാരാളം, നന്നായി, വെൽ. ഖൂബ് ലഗാലോ നാര. നാര മീൻസ് മുദ്രാവാക്യം, നാര സ്ലോഗൻ. മേരെ വതൻ കെ ലോഗോ, പ്രിയ ഭാരതവാസികളെ നിങ്ങൾ ഉറക്കെ, എന്താ നന്നായി അല്ലേ, ലഗാലോ നാര, നിങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കൂ. ഈ ശുഭദിൻ ഹേ ഹം സബ് കാ ലഹരാലോ തിരങ്ക പ്യാര. ഏ ശുഭദിൻ ഹേ, ഈ സന്തോഷത്തിന്റെ കാലമാണ് അല്ലേ. ഇനി നമുക്ക് സന്തോഷത്തിന്റെ കാലമാണ്. ഹം സബ് കാ, നമുക്കെല്ലാവർക്കും എന്താ, ഏ ശുഭദിൻ ഹേ, സന്തോഷത്തിന്റെ കാലമാണ്. ലഹരാലോ തിരങ്ക പ്യാര, അതുകൊണ്ട് നമ്മുടെ ത്രിവർണ പതാക പാറിക്കൂ. ത്രിവർണ പതാക അല്ലേ, 3 നിറത്തിലുള്ള പതാക നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ദേശീയ പതാക. അപ്പം ത്രിവർണ പതാക പാറിക്കൂ. പർമത്ത് ഭൂലോ സീമാ പർ വീരോം നെ പ്രാൺ ഗവായേ. പർമത്ത് ഭൂലോ സീമാ പർ, അതിർത്തിയിൽ അല്ലേ, അതിർത്തിയിൽ വീണ് മരിച്ചിട്ടുള്ള, എന്നാൽ അല്ലേ സന്തോഷിക്കുന്ന സമയത്തും അതിർത്തിയിൽ എന്താ പോരാടി ജീവൻ ബലിയർപ്പിച്ച വീര ജവാന്മാരല്ലേ. ഭൂലോ മത്ത്, മത്ത് ഭൂലോ, എന്താ മറക്കരുത്. അതിർത്തിയിൽ ഈ സന്തോഷ സമയത്തും അതിർത്തിയിൽ എന്താ പോരാടി ജീവൻ ബലിയർപ്പിച്ച വീര ജവാന്മാരെ നാം മറക്കരുത്.
കുച്ച് യാദ് ഉനേം ബി കർ ലോ ജോ ലൗട്ട് കെ ഗർ ന ആയേ. ലൗട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. അപ്പം ലൗട്ട് കെ ഗർ ന ആയേ എന്ന് പറഞ്ഞാൽ എന്താ, തിരികെ വീട്ടിലെത്താത്ത അല്ലേ. അപ്പം കുച്ച് യാദ് ഉനേം ബി കർ ലോ, അവരെ നമ്മൾ ഓർക്കണം. എങ്ങനെ, ജോ ലൗട്ട് കെ ഗർ ന ആയേ അല്ലേ, വീട്ടിൽ തിരിച്ചെത്താത്ത, തിരികെ വീട്ടിലെത്താൻ പറ്റാത്ത വീര ജവാന്മാരെ നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം. മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? അപ്പം ഇതിലുള്ള അർത്ഥങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത ലൈൻ നോക്കുക. നെക്സ്റ്റ്, ഐ മേരെ വതൻ കെ ലോഗോ ജരാ ആങ്ക് മേ ഭർ ലോ പാനി जो शहीद हुए हैं उनकी जरा याद करो कुर्बानी जब घायल हुआ हिमालय खतरे में पड़ी आज़ादी जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी संगीन पे धरकर माथा सौगाए अमर बदला बलिदानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. ഐ മേരെ വതൻ കെ ലോഗോ ജരാ ആങ്ക് മേ ഭർ ലോ പാനി. അല്ലയോ ഭാരതവാസികളെ, ഐ മേരെ വതൻ കെ ലോഗോ, ലോഗോ ജനങ്ങൾ അല്ലേ, ലോഗ്. ഐ മേരെ വതൻ കെ ലോഗോ, എൻ്റെ പ്രിയപ്പെട്ട ഭാരതവാസികളെ, ജരാ ആങ്ക് മേ ഭർ ലോ പാനി. ജരാ ആങ്ക്, ആങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണ് അല്ലേ. ബർലോ പാനി, നിറഞ്ഞ് വെള്ളം അല്ലേ. അപ്പം കണ്ണുനീർ തുള്ളികൾ. ഐ മേരെ വതൻ കി ലോഗോ ജരാ ആങ്ക് മേ ബർലോ പാനി. അല്ലയോ ഭാരതവാസികളെ, രക്തസാക്ഷികളായ ആ സഹജീവികളുടെ ഓർമ്മയിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയണം അല്ലേ. ബർലോ പാനി, ആങ്ക് മേ ബർലോ പാനി, നിങ്ങളുടെ കണ്ണുകൾ നിറയണം. जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. जो शहीद हुए, शहीद രക്തസാക്ഷി, കുർബാനി ത്യാഗം, ബലിദാൻ സാക്രിഫൈസ്. അല്ലയോ ഭാരതവാസികളെ, രക്തസാക്ഷികളായ സഹജീവികളുടെ ഓർമ്മയിൽ നിങ്ങളുടെ കണ്ണുകൾ അല്ലേ, അങ്കുമേ ബർലോ പാനി, കണ്ണുകൾ നിറയണം. जब घायल हुआ हिमालय गतरे में पड़ी आजादी. जब घायल हुआ हिमालय गतरे में पड़ी आजादी जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी. അവരുടെ അല്ലേ ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ശവം അല്ലേ, മരണം. അത് അവരെ മരിക്കുന്നത് വരെ, അവസാനമായി മരിക്കുന്നത് വരെ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു. जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी संगीन पे दर कर्मादा सोगाए अमर बलिदानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. ചൈന ഭാരതം ആക്രമിച്ചപ്പോൾ അല്ലേ, ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലായിരുന്നു. അന്ന് നമ്മുടെ ധീര സൈനികർ അവസാന ശ്വാസം വരെ പോരാടി അവരുടെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരെന്ത് ചെയ്തു, അനശ്വരമായി അല്ലേ. അവരെ നമ്മൾ എന്താ എപ്പോഴും ഓർക്കണം അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? കുർബാനി പറഞ്ഞാല് ത്യാഗം, ഘായൽ മുറിവ്, പോണ്ടന്റ്, ഖത്തര അപകടം, ഡേഞ്ചർ, ആസാദി സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, ശ്വാസ് ശ്വാസം, ബ്രീത്ത്, ലഡ്ന യുദ്ധം ചെയ്യുക, ടു ഫൈറ്റ്, ലാഷ് ശവശരീരം, ഡെഡ് ബോഡി, മാധ നെറ്റി, ധർ ഭൂമി, എർത്ത്, അമർ മരണമില്ലാത്ത. जब घायल हुआ हिमालय गतरे में पड़ी आजादी जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी. घायल മുറിവ്, വോണ്ടഡ്.
ചൈന ഭാരതം ആക്രമിച്ചപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം എന്താ? ഗത്തരേ മേ പടി ആസാദി. സ്വാതന്ത്ര്യം എന്താ? അപകടത്തിലായിരുന്നു. ഗത്തര അപകടം, ഡേഞ്ചർ. ജബ് തക് ദി സാൻസ് ലഡേ വോ ഫിർ അപ്നി ലാസ് ബിച്ചാദി. അവരെന്ത് ചെയ്തു? നമ്മുടെ ധീര സൈനികർ അവസാന ശ്വാസം വരെ അപ്നി ലാസ് ബിച്ചാദി. ജബ് തക് ദി സാൻസ് ലഡേ വോ, ലഡേന്ന യുദ്ധം അല്ലേ, അവരുടെ അവസാന ശ്വാസം വരെ അവർ യുദ്ധം ചെയ്തു അല്ലേ. ഫിർ അപ്നി ലാസ് ബിച്ചാദി സംഗീൻ പേ ധർ കർ മാധ. അവരുടെ നെറ്റിയിൽ അല്ലേ, നെറ്റിയിൽ എന്താ? ആ ബയോണറ്റ് ബുള്ളറ്റ് വന്ന് തറച്ച് കയറിയിട്ടും അവരെന്ത് ചെയ്തു? അതൊന്നും നോക്കാതെ അവർ മുറിവുകൾ ഏറ്റിട്ടും അവരെന്ത് ചെയ്തു? അവസാന ശ്വാസം വരെ, അന്ത്യശ്വാസം വരെ അവരെന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി. സ്വകായെ അമർ ബലിദാനി. തന്റെ ജീവൻ ബലിയർപ്പിച്ച് അവർ അനശ്വരമായി. കിസ്കെ ബാരെ മേ ഗായാ ഗയാ താ. ഈ ദേശഭക്തി ഗാനം ആരെ കുറിച്ച് പാടിയതാണ്? 1962 के भारत चीन युद्ध के दौरान शहीद हुए सैनिकों की श्रद्धांजलि में यह गीत गाया है. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പാടിയതാണ് ഈ ദേശഭക്തി ഗാനം. ശ്രദ്ധിക്കുക എല്ലാവരും. ജബ് ദേശ് മേ ഥി ദീവാലി वो खेल रहे थे होली, जब हम बैठे थे घरों में वो झेल रहे थे गोली. थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. जब देश में थी दीवाली, दीवाली दीपावली, वो खेल रहे थे होली, जब हम बैठे थे घरों में वो झोल रहे थे गोली. गोली വെടിയുണ്ട, ബുള്ളറ്റ്. ചേൽന സഹിക്കുക, ടു സഫർ. ജബ് ദേശ് മേ ഥി ദീവാലി, രാജ്യമൊട്ടാകെ ദീപാവലി ആഘോഷിക്കുമ്പോൾ. വോ ഖേൽ രഹേ തേ ഹോളി, അല്ലേ, അപ്പം രാജ്യമൊട്ടാകെ ദീപാവലി ആഘോഷിക്കുമ്പോൾ. ജബ് ഹം ബൈഠേ തേ ഘരോ മേ വോ ഖേൽ രഹേ തേ ഗോലി, അവർ അതിർത്തിയിൽ കാവൽ നിന്ന് നമ്മെല്ലാം വീട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ വെടിയുണ്ടകളെ നേരിടുകയാണ്. ഗോളി. ധേ ധന്യ ജവാൻ വോ അപ്പിനെ, ധേ ധന്യ വോ ഉനിക്കി ജവാനി. നമ്മളെല്ലാവരും ദീപാവലി ആഘോഷിക്കുമ്പോൾ അവർ അതിർത്തിയിൽ എന്ത് ചെയ്യുന്നു? വെടിയുണ്ടകളെ നേരിടുകയായിരുന്നു. कोई सिख, कोई जाट मराठा, कोई गुरखा, कोई मद्रासी, सरहद पर मरने वाला हर वीर था भारतवासी, जो खून गिरा पर्वत पर वो खून था हिंदुस्तानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. कोई सिख, कोई जाट मराठा, कोई गुरखा, कोई मद्रासी. അതിർത്തിയിൽ അല്ലേ, അതിർത്തിയിൽ വെടിയുണ്ട തട്ടി മരിക്കുന്നത് ആരൊക്കെ? കോയി സിഖ്, സിഖുകാരനാവട്ടെ, കോയി ജാട്ട് മറാഠ, മറാഠിക്കാരനാവട്ടെ, ഏത് ആളായാലും അല്ലേ. കോയി ഗുർഖ, കോയി മദ്രാസി. അതിർത്തിയിൽ മരിച്ചു വീഴുന്നവർ സിഖുകാരനോ മറാഠിക്കാരനോ മദ്രാസികളോ ആരുമാകട്ടെ. ജോ ഗൂൻ ഗിരാ പർവത് പർ വോ ഗൂൻ താ ഹിന്ദുസ്ഥാനി. അവർ ഭാരതീയരാണ് അല്ലേ. അതിർത്തിയിൽ വീണ രക്തം ഹിന്ദുസ്ഥാനിയുടേതാണ്. ജോ ഗൂൻ ഗിരാ പർവത് പർ, ആ പർവ്വതത്തിൽ അതിർത്തിയിൽ വീണ രക്തം. വോ ഗൂൻ
താ ഹിന്ദുസ്ഥാനി, ഹിന്ദുസ്ഥാനിയുടേതാണ്, ഭാരതീയരുടെയാണ്. थी खून से लथपथ काया फिर भी बंदूक उड़ा के 10-10 को एक ने मारा फिर गिर गाए होश गवा के जब अंत समय आया तो कह गाए कि अब मरते हैं कुछ रहना देश के प्यारो अब हम तो सफर करते हैं क्या लोग थे वो दीवाने क्या लोग थे वो अभिमानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी जय हिंद जय हिंद जय हिंद की सेना थी खून से लथपथ काया खून ब्लड ले लथपथ मुंगिയ സോക്ഡ് കായ ശരീരം ബോഡി ശരീരം കായ ശരീരം ബോഡി ശരീരം थी खून से लथपथ काया फिर भी बंदूक उड़ा के बंदूक गन तोक फिर गिर खाई होश गवा के होश बोधम कॉन्शियस फिर गिर खाई होश गवा के जब अंत समय आया तो कह गाए कि अब मरते हैं വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സമയത്തുമല്ലേ അവരെന്ത് ചെയ്യുന്നു ഗൂൻസേ ലഥപത് കായ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചിരിക്കുന്ന സമയം ഫിർ ബി ബന്ദൂക്ക് ഉണ്ടാക്കി അവരുടെ തോക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു 10-10 को एक ने मारा फिर गिर गाए होश गाव के जब अंत समय आया तो അവസാന ശ്വാസം വരെ അല്ലേ അവരെ നിലം പതിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു അവരെ ആ ശത്രുക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്നു कह गाए कि अब मारते हैं कुछ रहना देश के प्यारो अब हम तो सफर करते हैं क्या लोग थे वो दीवाने क्या लोग थे वो अभिमानी എന്താ പറഞ്ഞേ കുശലഹന ദേശിക്കെ പ്യാരെ പ്രിയപ്പെട്ട ജനങ്ങളെ ഞങ്ങൾ അബ് ഹം തോ സഫർ കർത്തേ ഞങ്ങളിപ്പോൾ യാത്ര പോവുകയാണ് അല്ലേ ഞങ്ങൾ മരിച്ചുപോയ മരണം അടുത്തെത്തിയപ്പോൾ അവരെന്ത് പറയുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായി ഇരിക്കൂ അബ് ഹം തോ സഫർ കർത്തേ ഞങ്ങൾ യാത്ര പോവുകയാണ് ക്യാ ലോക് തേവോ ദീവാനെ ക്യാ ലോക് തേവോ അഭിമാനി എല്ലാവരും സന്തോഷത്തോടു കൂടെ ജീവിക്കൂ ഞങ്ങൾ യാത്ര പോവുകയാണ് പ്രിയമുള്ളവരെ എല്ലാവരും പ്രിയ ഭാരതവാസികളെ എല്ലാവരും എന്താ സന്തോഷത്തോടു കൂടി ജീവിക്കൂ മനസ്സിലായി എല്ലാവർക്കും സമാൻ അർത്ഥവാലെ ശബ്ദ ശ്രദ്ധിക്കാം ജന്മഭൂമി ജന്മഭൂമി സമാൻ അർത്ഥവ വധൻ വധൻ ജന്മഭൂമി ബലിദാൻ കുർബാനി ബലിദാൻ കുർബാനി യൗവൻ ജവാനി യൗവൻ ജവാനി സ്വതന്ത്രത ആസാദി സ്വതന്ത്രത ആസാദി രക്ത് ഖൂൻ രക്ത് ഖൂൻ സമാനാർത്ഥ വാല ശബ്ദ എല്ലാവരും എഴുതുക അപ്പോൾ ഈ ദേശഭക്തി ഗാനത്തിലുള്ള അർത്ഥങ്ങളും അതുപോലെ സമാനാർത്ഥ ശബ്ദം എല്ലാവരും എഴുതുക നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ധന്യവാദം